എൻ്റെ പേര് സതീഷ് പരമേശ്വരൻ, ഡോക്ടറാണ്. ഞാൻ കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ഊണ് കഴിക്കുന്ന ഹോട്ടലാണ്. അതാണ് 2 പപ്പടം 2 തൈര്. ഇവരുണ്ടാക്കുന്ന തൈരാണ്. ഇവിടുത്തെ തൈരിന് ഞാൻ അഡിക്റ്റാണ്. അതാണ് 2 പപ്പടം 2 തൈരൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് ഊണ് കഴിക്കൽ പതിവ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നാടൻ ഭക്ഷണം കിട്ടും. മായനൂർ പാലത്തിൻ്റെ അടുത്ത് കൊണ്ടാഴി പഞ്ചായത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. വാഴയിലയിൽ നല്ല നാടൻ ഊണായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അരി ആയാലും പച്ചക്കറി ആയാലും ഏട്ടൻ നന്നായിട്ട്, അപ്പോൾ അരിയൊക്കെ നമ്മൾ അമ്പലത്തിൽ പ്രസാദത്തിന് നമ്മൾ നിവേദ്യം വെക്കാൻ കഴുകിയെടുക്കില്ല എന്ന പോലെയാണ് നന്നായി വൃത്തിയായിട്ട് ഒരു 6, 7, 8 പ്രാവശ്യമൊക്കെ പൈപ്പിൻ്റെ ചുവട്ടിൽ അരിയൊക്കെ കഴുകിയിട്ടാണ് ഏട്ടൻ പ്രാർത്ഥിച്ചിട്ടാണ് അരി ഇടുക തന്നെ ചെയ്യുക. പച്ചക്കറി ആയാലും നമ്മൾ പച്ചക്കറി കടയിൽ കിടക്കുന്ന കണ്ടാൽ തന്നെ അറിയാലോ എങ്ങനെ ഇപ്പോൾ പൊടിയടിച്ചിട്ടൊക്കെ. അപ്പോൾ നമ്മൾ കൊടന്ന വലിയ അണ്ടാവിലിട്ടിട്ട് ഉപ്പേരിക്കൊക്കെ ആയാലും നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എത്രയോ പ്രാവശ്യം കഴുകിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നന്നായി കൊടുത്താൽ അതിൻ്റെ അനുഗ്രഹം നമുക്ക് തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ പുണ്യം കിട്ടണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെ കൊടുക്കുന്നത്. കഴിക്കുന്നവരും കൊടുക്കുന്നവർക്കും കൂടെ നിൽക്കുന്നവർക്കും ഒക്കെ നന്മയുണ്ടാവട്ടെ. ഇത് ഞങ്ങളുടെ കടയിൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടിയാണ്, പേര് അശ്വതി. നമ്മുടെ അനിയത്തി തന്നെയാണ്. എല്ലാവരുടെയും സഹകരണം. നമുക്ക് ഒപ്പം നിൽക്കുന്നവർ വേണം, ഏട്ടന് വേണം, എനിക്ക് വേണം. അതുപോലെ വരുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മളിപ്പോൾ നല്ല രീതിയിൽ പെരുമാറണം. ഭക്ഷണം നന്നായിക്കൊണ്ടെങ്കിൽ മാത്രം കാര്യമില്ലല്ലോ, നമ്മുടെ പെരുമാറ്റത്തിലും ഉണ്ടെങ്കിൽ തന്നെ അവർ വരുള്ളൂ. ഭക്ഷണം അതുപോലെ തന്നെ ഞങ്ങൾ പരമാവധി നന്നായി കൊടുക്കുന്നുണ്ട്. അവരെന്താ നല്ല സ്നേഹത്തോടു കൂടി നല്ല വീട്ടിലെ ഭക്ഷണം നമുക്ക് കിട്ടുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അത് നല്ല നാടൻ ഭക്ഷണം. വാഴയിലയിൽ രസമുണ്ട്, മോരുണ്ട്, സാമ്പാറിന് മീൻകറിയുണ്ട്, മീൻ വറുത്തമുണ്ട്. എല്ലാം ചുരുങ്ങിയ പൈസയ്ക്കാണ് തരുന്നത്. അത് അവരുടെ സ്നേഹത്തിൻ്റെ ഇതിൽ നമുക്ക് ഭക്ഷണം തന്നെത്താൻ കഴിക്കാൻ തോന്നും. ദിവസം വന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് അവർ തൃപ്തിയോടെ കഴിക്കുമ്പോൾ ദിവസം വന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഉത്സാഹം കൂടുതലാണ്. ഞങ്ങൾ ചീര, മുരിങ്ങ, ഓമക്കായ, ഇടിച്ചക്ക, പിന്നെ എരുമ്പമ്പുളി വീട്ടിലുണ്ട്, മാങ്ങയുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പരമാവധി ഇവിടെ ഉൾപ്പെടുത്താറുണ്ട്. ഓരോ ദിവസം കറികൾ മാറി മാറിയിട്ടാണ് വെക്കുക. അവിയൽ, അങ്ങനെ കൂട്ടുകറി, മസാലക്കറി, ഓലൻ അങ്ങനെ വെക്കും. ഉപ്പേരി മാറി മാറി വരും. ബീൻസ്, പയറ്, കൈപ്പയ്ക്ക അങ്ങനെ. പിന്നെ അച്ചാറായാലും മാറി മാറിയിട്ട് തന്നെയാണ്. നാരങ്ങ, മാങ്ങ, ഇരുമ്പമ്പുളി, പിന്നെ അങ്ങനെയൊക്കെ എല്ലാം വെക്കും. 5 വർഷം 50 രൂപയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ 2025 മുതലാണ് 60 രൂപയിലേക്ക് ആക്കിയത്. തുടങ്ങുമ്പോ 5 വർഷം മുന്നേ 40 ഉണ്ടായിരുന്നു. ആൾക്കാരുടെയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇവിടുത്തെ ഓട്ടോക്കാര്, ടാക്സിക്കാര്, പിന്നെ ഞങ്ങളുടെ INTUC, CITD തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, കടക്കാര് എല്ലാവരും വന്നിട്ട് ഫുഡ് എവിടെ കിട്ടുക ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങോട്ട് വിടാറുണ്ട്. ലൊക്കേഷൻ വരുന്നത് ഒറ്റപ്പാലം മായന്നൂർ റൂട്ടിൽ, മായന്നൂർ സെൻറ്റർ, ചെറങ്കര സെൻറ്ററിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അടുത്ത്. നല്ല ഫുഡാണ്, നല്ല ഗംഭീര ഫുഡാണ്, ഹോംലി ഫുഡാണ്. മാത്രമല്ല ഫുഡ് വളരെ ചീപ്പുമാണ്. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ അവർ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് പാടുപെട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു ഈച്ച പോലും ഇതിനകത്ത് കാണാനില്ലല്ലോ ഊണിൻ്റെ സമയമായിട്ട്. പ്രത്യേകിച്ച് ഊണാകുമ്പോഴത്തേക്ക് എല്ലാ ഹോട്ടലിലും പോയി കഴിഞ്ഞാൽ ഈച്ച ഉണ്ടാകുന്ന സമയമാണ്. ഈച്ചയില്ല. മീനതുകൊണ്ട് ആവശ്യത്തിന് അടിപൊളി ഊണ് വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കാം അല്ലേ? നന്നായിട്ട്. ഇതാണ് ശരിക്ക് നാടൻ ഊണ്. അതെ. ചോദിക്കുമ്പോൾ പപ്പടം കൊണ്ടുവന്ന് കൊടുക്കുക. പപ്പടം ഞങ്ങളുടെ ഇവിടെ ഒരു വീട്ടിലുണ്ടാക്കുന്നതാണ്. ഈ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ പുറത്ത് വെയിറ്റിംഗ് ആണ്. ചോറ് കഴിക്കുമ്പോഴേ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയാം, ഏത് ഹോട്ടലിൽ വന്നു കഴിഞ്ഞാലും മോര്. ഇവിടെയുള്ള കട്ടി തൈരാണ്. ഒരു രക്ഷയില്ലാത്ത മനസ്സും വയറും നിറഞ്ഞു. ഇനി അഥവാ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും മായന്നൂർ വഴിക്ക് പോകേണ്ടത് ധൈര്യമായിട്ട് കയറിക്കോളി, നഷ്ടം സംഭവിക്കില്ല.